പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവർ. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം. ഒരു ദിവസം ഒരാളെന്നോ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ വലിയ ആൾക്കാരായിട്ടൊക്കെ ഇങ്ങനെ വലിയ സമരമൊക്കെ ചെയ്തിട്ട് എന്തായി, എവിടം വരെയായി? എനിക്ക് ചിരിയാവുന്നത്. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമാണിപ്പം പൊതുവിൽ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ള വൈദികരെ കൊണ്ട് അങ്ങനെ റിബലായിട്ട് നിൽക്കുന്നു, പക്ഷേ ഒരു കുർബാന ചെല്ലാതിരിക്കാൻ അവർക്ക് പറ്റാതായി. അത് നിർബന്ധം കൊണ്ടായാലും നിവൃത്തികേട് കൊണ്ടായാലും എന്തായാലും കുർബാന ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ എല്ലാ പള്ളികളിലും ഒരു കുർബാന നടന്നല്ലോ. അപ്പോൾ ഞങ്ങളങ്ങ് താഴെ പരാജയത്തിലല്ലല്ലോ. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങളോട് മൊത്തം ചോദിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക്, ഈ പിതാക്കന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവരെ ഏത് തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു ഇൻലിസിറ്റായിട്ടുള്ള കുർബാന നിങ്ങൾ ചെല്ലിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാൻ പിന്നെ സഭയുടെ കൂടെ നിൽക്കത്തില്ല, വിമതരുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഒരു സംശയവും വേണ്ട. ഈ വാക്കാണ്. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സാധിക്കുമോ? തോറ്റ് തുന്നം പാടിപ്പോവും. പിന്നെ എന്താ രക്ഷപ്പെടാത്തത്? രക്ഷാകര പദ്ധതി ഭൂമിയിൽ നടന്നത് തന്നെ 33 കൊല്ലം കൊണ്ടാണ്. പിന്നെന്നാ പറയാനാ? അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ തിരിച്ചു വാങ്ങാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു 33 വർഷത്തെ ജീവിതം കൊണ്ടാണ് ഈ രക്ഷാകര പദ്ധതി സാധ്യമാക്കിയെടുത്തത്. പാവം പിടിച്ച ഞങ്ങളോട് വേണോ? ഒരു കാര്യം 100% ഉറപ്പാ, ദൈവം ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സത്യമായിട്ടും ഇത് എല്ലാ കാര്യങ്ങളും മറ്റുള്ള രൂപതയോടൊപ്പം നിൽക്കും. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എൻ്റെ നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും ഒന്നും അല്ലെന്നേ. ഈ സഭയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയൊന്നും അല്ലെന്നേ. പാമ്പ്ളാനി പിതാവിൻ്റെ വളഞ്ഞ ബുദ്ധിയല്ലിത്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തട്ടിൽ പിതാവിൻ്റെ ബലഹീനതയല്ല ഈ സഭയെ നയിക്കുന്നത്. ശക്തനായ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ്. ഒരു സംശയമുണ്ട്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സംശയമില്ല. കാരണം ആദിമ പന്തക്കുസ്തായിൽ അഗ്നിയായി ഇറങ്ങി പേടിത്തൊണ്ടന്മാരായവരെ ധൈര്യപ്പെടുത്തി ജീവിതം ബലി കൊടുക്കാൻ തക്ക ശക്തിയിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവ്. ഞങ്ങളുടെയൊക്കെ ജീവിതം ബലി കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. മരണമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ കുരിശുകളൊന്നും ഇല്ലല്ലോ. തമ്പുരാൻ്റെ മുഖം ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടും. ഉറപ്പായിട്ട് പറയുകയാണ്, ഉറച്ചു നിൽക്കുന്നവനെ കർത്താവ് ഒരിക്കലും കൈവിടില്ല. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, തങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയപ്പെടുന്ന രക്തസാക്ഷികളെക്കാൾ എന്തുമാത്രമാണ് അറിയപ്പെടാത്ത രക്തസാക്ഷികളുള്ളത്. ജീവൻ ബലി കൊടുത്തവരുണ്ട്. വളരെ കുറച്ചു പേരെ മാത്രമേ നമുക്ക് രക്തസാക്ഷികളായി പുറത്ത് വെളിപ്പെട്ടിട്ടുള്ളൂ. എങ്കിൽ ആത്മാവിൽ ബലിയായി തീർന്നവർ, ശരീരത്തിൽ ബലിയായി തീർന്നവർ, മനസ്സിൽ ബലിയായി തീർന്നവർ, ഇതെല്ലാം കാണുന്ന ജീവനുള്ള ദൈവം ഉറപ്പായിട്ടും അങ്ങനെ ബലിജീവിതം ജീവിക്കുന്ന ഓരോ മക്കൾക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ ബലിയും മഹത്വവും അവിടുന്ന് നൽകി. പേടിയില്ല, നിരാശയില്ല. ജോസച്ചൻ പറയുന്ന കണക്ക് ഇതിലൊന്നും ഞങ്ങൾ പരാജയപ്പെടില്ല. ക്രിസ്തുവിൻ്റെ കല്ലറ മുദ്ര വെച്ച് കാവലേർപ്പെടുത്തി അവനെ ഭയപ്പെട്ടു. ജീവിച്ചിരുന്നവനേക്കാൾ വലിയ പേടിയായിരുന്നു മരിച്ച കർത്താവിനെ. അവൻ്റെ കല്ലറയ്ക്ക് മുദ്ര വെച്ച് കാവലിട്ടിട്ട് പോലും അത് തുറന്ന് പുറത്തിറങ്ങി വന്ന പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ആ ജീവനിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആക്ഷേപിക്കാം, കളിയാക്കാം, എല്ലാത്തിൻ്റെയും മുഖം പാടിയിരിക്കുക. കുർബാനയിൽ ഞാൻ പറയാം, നമ്മുടെ അച്ഛന്മാരുടെ മുഖവും നിങ്ങളും സൂക്ഷിച്ച് നോക്കിക്കുക.
എല്ലാം വല്ലാതെ വിഷമിച്ചിരിക്കുക. അവർ സിനഡ് അല്ലാത്ത കുർബാന ചെല്ലുന്നുണ്ട് 4 5 സിനഡ് കുർബാന ഒരെണ്ണേ ചെല്ലുന്നുള്ളൂ. അതോടുകൂടി അവരുടെ മുഴുവൻ ഗ്യാസും പോയി, അവരിലുള്ള ആത്മീയ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. പ്രതിപക്ഷത്ത് നിന്നപ്പോഴും അവർക്ക് കുറച്ചുകൂടെ മെച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും കൂടെ ഒന്നായി തീർക്കുന്ന തരത്തിൽ സാത്താൻ കുർബാന അർപ്പിച്ചിട്ട് അതേ ബലിപീഠത്തിൽ കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ അഭിഷേകമില്ലാതെ, ഒരു മനുഷ്യൻ്റെ സൗന്ദര്യമില്ലാതെ, പ്രത്യാശയില്ലാത്തവരെ പോലെ ബലി അർപ്പിച്ച് ചിരിക്കുമ്പോൾ മഞ്ഞ ചിരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കടത്തോടെ പറയുക. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കുക, കർത്താവിൻ്റെ കൂടെ നിൽക്ക്, സഭ പറഞ്ഞ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കുക. അത് മാത്രമേ ചെല്ലത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ ഒന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വിമതരായ പുരോഹിതരെയും ആത്മായ സഹോദരങ്ങളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഷൈജു ആൻ്റണി മുതലായ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിതാവിനെ കൊണ്ട് ഇൻലിസിറ്റായിട്ട് ഒറ്റ കുർബാന ചെല്ലിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങളെക്കാൾ ഫ്രണ്ടിൽ നിന്ന് സമരം ചെയ്യാം. നടക്കാത്ത കാര്യമല്ലേ? ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീതിബോധത്തോടെ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങളിലുള്ള ആത്മാവ് നിർവീര്യമായിക്കൊണ്ടിരിക്കുക. പൗലോസ്ലീഹ 3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നിർവീര്യമാക്കരുത്, കെടുത്തിക്കളയരുത്. ആത്മാവ് കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിയണേ. ഇത് കഴിഞ്ഞാൽ ജഡം മാത്രം ജീവിക്കുന്നിടത്ത് പ്രത്യാശയില്ല. സമാധാനക്കേടും രോഗവും കഷ്ടതയും കഷ്ടപ്പാടും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതിനപ്പുറമായി ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, പരിശുദ്ധ സഭയിലൂടെ തമ്പുരാനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ഇട്ടു, ചീത്ത തെറി ഇടല്ലേ. ഇടുന്ന എനിക്ക് വിഷമമുണ്ടായിട്ടല്ല, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെളിപ്പെടും. അങ്ങനെ വേണ്ടല്ലോ. എന്തിനാ നമ്മൾ അവരവർക്കുള്ള ഒരു മനുഷ്യ ചൈതന്യം പോലും നഷ്ടപ്പെടുത്തുന്നതാകരുത്. ആമേൻ.